എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനത്തിന് വരുന്ന ഒരു ക്ഷേത്രത്തിലാണ്. അതായത് ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലാണ്. ഇത് മേദിരി ആ, മേദിരി എന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഭഗവാന്റെ ശ്രീരാമസ്വാമിയുടെ സഹോദരനായ ശത്രുഘ്നനാണ് പ്രതിഷ്ഠ. ദശരഥൻ്റെ 4 മക്കളിൽ നാലാമനാണ്. അതായത് വൈകുണ്ഠത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ മെത്തയായ അനന്തൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ. അതുപോലെ അദ്ദേഹം ശയിക്കുന്ന ആ മെത്തയുടെ, അതായത് അനന്തൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ. ഭഗവാന്റെ കൈകളിലുള്ള ശംഖും ചക്രവും അവയുടെ അവതാരമായിട്ടാണ് ശത്രുഘ്നനും ഭരതനും കണക്കാക്കുന്നത്. അങ്ങനെ ഈ ചക്രത്തിൻ്റെ അവതാരമായിട്ടുള്ള ശത്രുഘ്ന സ്വാമി ഇരിക്കുന്ന ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഉച്ചപൂജ വരെയാണ് ഈ ശത്രുഘ്ന സ്വാമിയുടെ ഒരു സാന്നിധ്യം സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉച്ച കഴിഞ്ഞാൽ സന്താന ഗോപാലകൃഷ്ണനായിട്ടാണ് ഇവിടെ സങ്കല്പം. അതുകൊണ്ട് നാലമ്പല ദർശനത്തിന് ഈ ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് പൂർത്തീകരിക്കുന്നതാണ് ഉചിതമായിട്ട് അറിവുള്ളവർ പറയുന്നത്. നാലമ്പല ദർശനത്തിൽ 4ാമതായിട്ട് എത്തുന്ന ക്ഷേത്രമാണിത്. ഇവിടുത്തെ ദർശനം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ശ്രീരാമക്ഷേത്രമായ രാമപുരത്തുള്ള ശ്രീരാമനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ അമ്പലത്തിൽ ദർശനം നടത്തണം. അപ്പോഴാണ് നാലമ്പല ദർശനം പൂർണ്ണമാവുക. ഈ ഓരോ ക്ഷേത്രത്തിലും ഓരോ ദിവസം പോയി തൊഴുന്നതിൽ പുണ്യം തന്നെയാണ്. പക്ഷേ ഒരേ ദിവസം ഈ 4 ക്ഷേത്രങ്ങളും സന്ദർശിക്കുക, അതുപോലെ ഉച്ചപൂജയ്ക്ക് മുമ്പ് സന്ദർശിക്കുക, ദർശനം നടത്തുക എന്നുള്ളത് വളരെ പുണ്യകരമായിട്ട് പറയപ്പെടുന്നു. നമസ്കാരം. ഈ അമ്പലത്തിലെ വിശേഷ ദിവസങ്ങൾ കർക്കിടക മാസത്തില് കൂടാതെ ഈ വർഷത്തില് അല്ലാതെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന്. ആദ്യം നാലമ്പലം ദർശനം ഇവിടത്തെ പ്രത്യേകത. ഈ നാലമ്പല ദർശനം ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ, അതായത് ഉച്ചപൂജ കഴിയുമ്പോൾ ഒരു 6 മണി സമയത്ത് രാമപുരത്തൊക്കെ വന്നാൽ ഒരു 8:30 9 മണി ആകുമ്പോഴത്തേക്കും ഇവിടെ തൊഴുത് നാലമ്പല ദർശനം പൂർത്തിയാക്കാൻ പറ്റും. അതാണ് ആദ്യത്തെ പ്രത്യേകത. 2, ഇവിടെ ശത്രുഘ്നസ്വാമി ക്ഷേത്രം 2 സങ്കല്പം വരുന്നുണ്ട്. ഇത് പുരാതനമായിട്ട് കൃഷ്ണക്ഷേത്രമാണ്, സന്താനഗോപാല സങ്കല്പമാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇവിടെ ഈ നാലമ്പല ദർശനത്തിൻ്റെ പ്രത്യേകത ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അടുത്തൊരു ക്ഷേത്രം ശത്രുഘ്നസ്വാമിയുടെ ഉണ്ടായിരുന്നു, അത് ക്ഷയിച്ചു പോയി കാലാന്തരത്തിൽ. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അടുത്തുള്ള പുരയിടത്തിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ കെട്ടിടം പണിയണ സമയത്ത്. അപ്പോൾ ആ ചൈതന്യം പ്രശ്നം വെച്ച് നോക്കിയ സ്ഥിതിക്ക് ആ ചൈതന്യം ഇവിടെ ലയിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ഈ നാലമ്പല ദർശനത്തിൽ ശത്രുഘ്നസ്വാമിയുടെ പറയാൻ കാരണം. കൂടാതെ സന്താനഗോപാല സങ്കല്പമുണ്ട്. അപ്പോൾ ഉച്ചവരെ ശത്രുഘ്നസ്വാമിയും ഉച്ചയ്ക്ക് ശേഷം സന്താനഗോപാലമൂർത്തിയായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒന്നത്. 2, ഈ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ ശത്രുദോഷം മാറുക ശത്രുഘ്നസ്വാമി. ആ പേര് തന്നെ അതാണ്, സുദർശനമൂർത്തിയുടെ അവതാരമാണ്. ചക്രപൂജ
ആണ് ഇവിടെ പ്രധാന വഴിപാടായിട്ട് വരുന്നത്. ചക്ര സമർപ്പണം. സുദർശനചക്രം ഒരു തട്ടത്തില് ഒരു ഒരു യന്ത്രം എഴുതിയ ഒരു ഫലകവും അതിനോടുകൂടി ഒരു തട്ടവും അത് പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുക. കാര്യസാധ്യത്തിനൊക്കെ വിശേഷമാണ്. ഭഗവാന്റെ പാദങ്ങളിൽ വെച്ച് പൂജിച്ച് അതിന് പ്രസാദം കൊടുക്കും. പിന്നെ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനമാണ് പ്രധാനമായിട്ട് വരുന്നത്. അതിനു മുമ്പേ ഈ കർക്കിടകം അല്ലാതെ ഉള്ള വരുന്ന ഗ്യാപ്പുകളിലും കർക്കിടകം മാത്രമല്ല ബാക്കിയുള്ള മാസങ്ങളിലും നാലമ്പല ദർശനം ചെയ്യാറുണ്ട്. എൻ്റെ അമ്മാത്ത കീഴിലത്ത് വെട്ടിക്കാട്ടില്ലത്ത് എൻ്റെ അമ്മയുടെ അമ്മ മുത്തശ്ശിയുടെ അടുത്ത് ഞാൻ അവിടെ പോയി താമസിക്കുമ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് ഇരിക്കും, ധാരാളം വർത്തമാനങ്ങൾ പറയും. അപ്പൊ ഈ പഴങ്കഥകൾ പലതും പറഞ്ഞു വന്ന കൂട്ടത്തില് അവര് നടന്നു വന്ന് നാലമ്പല ദർശനം ചെയ്യണ കഥ ആ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശിയുടെ ചെറുപ്പത്തിൽ. അപ്പൊ ഇത് ഇടക്കാലം കൊണ്ട് ഒരു ആയിട്ട് വന്നതല്ല, പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു എന്താ പറയാ പബ്ലിസിറ്റിയോ മീഡിയയുടെ പ്രത്യേകതയോ പ്രചാരങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന കാലങ്ങള്. അപ്പോൾ യാദൃശ്യമായിട്ട് ഇവിടെ നാലമ്പലത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ നാലമ്പലങ്ങളിലെ ഊരാൺമക്കാരും കമ്മിറ്റിക്കാരും നാട്ടുകാരും എല്ലാവരും കൂടി ആലോചിച്ച് വന്ന ഒരു തീരുമാനത്തിൽ അത് പുറത്തേക്ക് പ്രചാരം കിട്ടി. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർക്ക് അതിൻ്റെ ഗുണം സങ്കല്പം മനസ്സിലായിട്ട് ആളുകൾ വന്ന് തൊഴുകണ്ടായി. കൂടാണ്ട് സന്താനഗോപാല സങ്കല്പം പറയുന്നുണ്ടല്ലോ, അതിൽ തൊട്ടില് സമർപ്പണം ഉണ്ട്. തൊട്ടില് സമർപ്പണം, ഡോലിക സമർപ്പണം എന്നാവാൻ വേണ്ടിയിട്ട് വളരെ ധാരാളം ആൾക്കാർ വന്ന് സമർപ്പിച്ചിട്ട് ഒരു വർഷമോ 2 വർഷത്തിനകം കുട്ടി ഉണ്ടായി എന്ന റിസൾട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ തൊട്ടില് സമർപ്പണം മാത്രമല്ല, തൊട്ടില് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ കുടുംബപരമായിട്ടുള്ള ദോഷങ്ങൾ മാറുക, സർപ്പദോഷം മാറാന്, രക്ഷസിന്റെ ഉപദ്രവം മാറാന്, ബലികർമ്മങ്ങള് പിതൃദോഷം മാറാന്, അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു വർഷത്തേക്കൊരു കുറച്ചധികം വഴിപാടുകളുണ്ട്. അതെല്ലാം ഏത് രീതിയിലാ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുകൂടിയാണ്. കാരണം തൊട്ടില് സമർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ കുടുംബപരമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി മൊത്തത്തില് അവർക്കൊരു ദൈവാധീനം ഉണ്ടാവണം. ആ ദൈവാധീനം ഉണ്ടാവണമെങ്കിൽ ഇപ്പം പുത്രലാഭം ഉണ്ടാവും എന്നാണ്. അപ്പൊ പലർക്കും അനുഭവം ഉണ്ട്. പിന്നെ ചോറൂണ്, ലാഭാര അങ്ങനെയുള്ള വഴിപാടുകൾ. പിന്നെ ഈ രോഹിണി, എല്ലാ രോഹിണിക്കും വാരൗട്ട് പതിവ്. അതും ഈ കുട്ടികളുണ്ടാവാത്തതിന് നേർന്ന് കഴിഞ്ഞ് കുട്ടി ഉണ്ടായി കുട്ടിയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറുള്ളത്. അതുകൂടാതെ അല്ലാതെയും വഴിപാടായിട്ട് രോഹിണി പൂജ. പിന്നെ എന്താ പറയാ, പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള ശുദ്ധി കാര്യങ്ങളൊക്കെ അത് വരണുള്ളൂ. മേടത്തിലാണ്. അപ്പൊ അതങ്ങനെ ഉത്സവം ഉണ്ടായിരുന്നു. അത് യാദൃശ്യമായിട്ട് ഇടക്കാലം കൊണ്ട് നിന്നു പോയതാണ്. ഇത്രയൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ള പ്രത്യേകത. പിന്നെ ഒരു പ്രത്യേകത പറയാനുള്ളത്, 365 ദിവസവും ഇവിടെ ഭഗവത് സേവയുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലോ, മാക്സിമം എല്ലാ ദിവസവും തന്നെ വൈകുന്നേരങ്ങളിലും ഭഗവത് സേവയുണ്ട്. പിന്നെ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ട്. കുമാരനും കാർത്യായനിയും ഇവിടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ് മന്ത്രവാദി കുടുംബങ്ങളാണ്. അപ്പൊ അവരുടെയൊക്കെ നിർദ്ദേശാനുസരണം തുറന്നു പോകുന്നു. പിന്നെ മേളില് ഭഗവതി ക്ഷേത്രം, ശ്രീപോർക്കലി, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത.